ഇന്ന് എനിക്ക് എപ്പോഴത്തെ പോലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടന് കുറച്ചധികം പരിപാടി ഉണ്ടായിരുന്നു. നമ്മുടെ ഷോപ്പിലെ ഡ്രിമ്മർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കാൻ പോകുന്നതായിരുന്നു ഫസ്റ്റ് പരിപാടി. ഏഴിക്കര ഒരു ഷോപ്പിലാണ് കേട്ടോ പോയത്. അവിടെ കുറച്ചധികം നേരം പോസ്റ്റായി, പക്ഷെ ആ വലിച്ച് നന്നായിട്ട് റെഡിയാക്കി തന്നിട്ടാ. അത് കഴിഞ്ഞിട്ട് പറവൂരേക്ക് വന്നു. ഈ പള്ളി സ്കൂള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെയാണ് ട്ടോ ഞാൻ പഠിച്ചത്, സെൻറ്റ് ലൂഷ്യസ്. നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ പള്ളിയിലത്തെ സൈഡിലൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ. ഇവിടെ ഇതിൽ കൂടെ പോകുമ്പോൾ എപ്പോഴും കുറച്ച് നല്ല ഓർമ്മകളുണ്ട് കേട്ടോ. പഴയ ഫ്രണ്ട്സും ടീച്ചേഴ്സും അങ്ങനെ കുറച്ചധികം നല്ല ഓർമ്മകൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലെ അമ്പലത്തിലേക്ക് പട്ട് വാങ്ങാൻ പോകാനായിരുന്നു അടുത്ത പ്ലാനിങ്. അവിടെ ഒരു റെഡ് കളർ പട്ട് ഞാൻ കണ്ടിട്ടാ. പിന്നെ വേറെ ഒന്നും ഞാൻ നോക്കിയില്ല, ഇത് മതി എന്ന് പറഞ്ഞു. അവിടെ ഒരു വലിയച്ഛനും വല്യമ്മയായിരുന്നു കേട്ടോ. നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ആ വലിയച്ഛൻ പറഞ്ഞു ഒന്ന് നന്നായിട്ട് അടിച്ചൊക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വലിയച്ഛൻ അത് ചെയ്തുകൊണ്ടിരിക്കെ ഞാൻ അടുത്ത കടയിലേക്ക് പോയി. ഒരു ആയുർവേദിക് കടയുണ്ട് അത്. ഞാനങ്ങനെ പ്രത്യേകിച്ച് സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യാറ്. ഇവിടെ എല്ലാവിധ ആയുർവേദ സാധനങ്ങളുണ്ട് കേട്ടോ. സ്കിൻ കെയറും ഹെയർ കെയറും എല്ലാം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എപ്പോഴത്തെ പോലെ പെരി 6 പോയി ഒരു കാപ്പി കുടിച്ച്. ഇന്നത്തെ കാപ്പി അത്രയ്ക്ക് ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കുടിച്ചു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം.